അപ്പൊ ഇനി ഞങ്ങൾ കറണ്ട് ബില്ല് ഒരു കൊല്ലത്ത് ഞങ്ങൾ അടക്കും. ആണ് കൊടുക്കണം. ഒരു കൊല്ലത്തെ കറണ്ട് ബില്ല് ഞങ്ങൾ അടക്കും. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും. കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. മണ്ണെണ്ണ ചോദിച്ച നഗരസഭയിലെത്തിയ സുലൈഖയ്ക്ക് വേണ്ടി ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങി. അവധി ദിവസമടക്കം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം നിന്നതോടെ ഒരാഴ്ച കൊണ്ട് വൈദ്യുതി കണക്ഷനും റേഷൻ കാർഡും ലഭിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്ന കക്കുന്നത്തുപാറ കറുത്തോൻ സുലൈഖയ്ക്കാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇടപെടലിൽ വീട്ടിൽ വൈദ്യുതി എത്തിയത്. ബലോട് പറഞ്ഞേ ബലാണ് മെനക്കട്ട് ഈ കുട്ടി ബലൊക്ക അങ്ങനെ ഞാൻ പറഞ്ഞ ഈ മന്ദിരി പറഞ്ഞിരിക്കണല്ല കേരളത്തിൽ ഒറ്റ പേരെയും കറണ്ട് ഇല്ലാത്ത പേര പാടില്ലാന്ന്. അപ്പൊ ഇന്റെ പേര മന്ദിരി കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ബലോട് ഇറങ്ങിയത്. അപ്പൊ ബലൊക്ക ഈ പാവാണ്, ഒറ്റപ്പെട്ട ആളാണ്, അതിന് കൊടുക്കണം. ആ വൈകാരണ മെമ്പറതാ അത് പറഞ്ഞ ഈ പാവാണ്, അതിൻ്റെ നാട്ടിൽ നല്ല പൈസക്കാരുണ്ട്, കൊടുക്കൂല, സഹായിച്ചില്ല. പിന്നെ കൈക്കൂടെ പ്രത്യേകിച്ച് ആശ്രയൻ്റെ അതാണ് ഇന്നറിഞ്ഞു. അങ്ങനെ പിന്നെ അതിനെങ്ങനായാലും കിട്ടുമോ എന്നറിഞ്ഞു. ഒറ്റപ്പെട്ട ആളാണ്, തുള്ളിച്ചാത്ത ആളുമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇതാ ഇങ്ങനെ കൊടുന്നുകണില്ലേ. ഇത് സർവീസ് വയറാണെന്ന് പറഞ്ഞപ്പോൾ ഇച്ച് പേടിയുണ്ട്. ഒരാഴ്ച മുമ്പ് വീട്ടിൽ വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണ ആവശ്യപ്പെട്ട് നഗരസഭ ഓഫീസിൽ എത്തിയതായിരുന്നു സുലൈഖ. തുടർന്ന് ഡിവിഷൻ കൗൺസിലർ ചെറ്റാലി അബ്ദുറസാഖിൻ്റെ നേതൃത്വത്തിൽ മറ്റു കൗൺസിലർമാരായ അലിമോൻ തടത്തിൽ, CH അജാസ്, മുസ്തഫ പാലാത്ത്, കരിപ്പറമ്പത്ത് സെയ്ദലവി, അരിമ്പ്ര മുഹമ്മദ് അലി എന്നിവർ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇവർ സുലൈഖയുടെ വീട്ടിലെത്തി വിശദമായ അന്വേഷണം നടത്തി. അപ്പോഴാണ് വൈദ്യുതി ലഭിച്ചിട്ടില്ലെന്ന് അറിയുന്നത്. 3 സെന്റ് ഭൂമിയിൽ ആശ്രയ പദ്ധതിയിൽ നിർമ്മിച്ച വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. സുലൈഖയുടെ അവസ്ഥ മനസ്സിലാക്കിയ കൗൺസിലർമാർ ഇവരെ സഹായിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഭർത്താവും മക്കളുമില്ലാത്ത സുലൈഖ രാത്രി അന്തിയുറങ്ങാൻ ബന്ധുവീടിനെയാണ് ആശ്രയിച്ചിരുന്നത്. വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ 3 പോസ്റ്റുകളാണ് വേണ്ടിയിരുന്നത്. റേഷൻ കാർഡ് ഇല്ലാത്തതാണ് ഇതിന് പ്രധാനമായും തടസ്സമായത്. തുടർന്ന് ജനപ്രതിനിധികൾ വില്ലേജ് ഓഫീസറെ കാര്യം ധരിപ്പിച്ചു. ഒഴിവു ദിവസമായിട്ട് പോലും വീട്ടിലിരുന്ന് വില്ലേജ് ഓഫീസർ MS സൽവീന വരുമാന സർട്ടിഫിക്കറ്റ് നൽകി. തുടർന്ന് മണിക്കൂറിനുള്ളിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ P പ്രമോദ് BPL റേഷൻ കാർഡ് അനുവദിച്ചു നൽകി. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാനവാസ്, സബ് എഞ്ചിനീയർ മോഹനൻ എന്നിവർ പ്രത്യേക താൽപ്പര്യമെടുത്ത് ഇന്നലെ വൈദ്യുതി കണക്ഷനും നൽകി. നിലവിലുള്ള ഭരണസമിതി തുടരുന്ന കാലം വരെ സുലൈഖയുടെ വൈദ്യുതി ബില്ല് ഇതിന് നേതൃത്വം നൽകിയ 6 കൗൺസിലർമാർ വഹിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ കൗൺസിലേഴ്സ് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാഴ്ച മുമ്പാണ് ഈ സുലൈഖ കറുപ്പൻ എന്ന് പറഞ്ഞ ആ ഉമ്മ പിന്നെ 4-ാം വാർഡിലുള്ളതാണ് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്കൊരു കുപ്പി മണ്ണെണ്ണ വേണമെന്നാണ്. ഒരു കുപ്പി മണ്ണെണ്ണ ചോദിച്ചപ്പോൾ ഇതെന്തിനാ ഈ സമയത്ത് നിങ്ങൾക്ക് മണ്ണെണ്ണ എന്ന് ചോദിച്ചപ്പോൾ അവർ വരെ വിളക്ക് എത്തിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കറണ്ട് ഇല്ലേന്ന് ചോദിച്ചപ്പോൾ കറണ്ടൊന്നും കിട്ടിയിട്ടില്ല. ചെറിയൊരു മാനസിക പ്രയാസമുള്ളതായി തോന്നിയപ്പോൾ നിങ്ങൾ കളവ് പറയുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട് സന്ദർശിക്കാറാണ്. ഞങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ ആ വീട്ടിൽ പോയി, മുനിസിപ്പാലിറ്റിൻ്റെ വണ്ടി എടുത്തിട്ട് ആ വീട്ടിൽ പോയി സന്ദർശിച്ച് നോക്കുമ്പോൾ അവർക്ക് കറണ്ടില്ല, റേഷൻ കാർഡില്ല, ഒരു സംവിധാനമില്ല. 7 വർഷമായിട്ട് ഒരു 350 സ്ക്വയർ ഫീറ്റ് വീട്, ഒരു ആശ്രയിൽ കിട്ടിയ ഒരു വീട്, ആകെ 350 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഇവർ വൈകുന്നേരം വരെ അവിടെ നിൽക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ബന്ധു വീട്ടിലേക്കോ മറ്റോ കിടക്കാൻ പോകും. അപ്പോൾ ഇതിൻ്റെ കാരണം മണ്ണെണ്ണ കിട്ടാനില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു മണ്ണെണ്ണ അല്ലല്ലോ, അതിൻ്റെ സൊല്യൂഷൻ കറണ്ടല്ലേ, കറണ്ടാണല്ലോ, ഇലക്ട്രിസിറ്റി കിട്ടണം. അപ്പോൾ ഇതിൻ്റെ തടസ്സങ്ങൾ നോക്കുമ്പോൾ 2-3 പോസ്റ്റ് വേണം. അതിൻ്റെ പുറമെ പിന്നെ കൺസെൻറ്റ് കിട്ടണം അത് വരുന്ന വഴിക്ക്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തുതരാം, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ആ സാധനം ഏറ്റെടുത്തു.
ഏറ്റെടുത്ത് പിന്നെ റേഷൻ കാർഡിന് കൊടുക്കണം. റേഷൻ കാർഡിന് കൊടുക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വേണം, വീടിൻ്റെ ഏരിയ സർട്ടിഫിക്കറ്റ് വേണം. ഉടനെ മുനിസിപ്പാലിറ്റിയിൽ വന്ന് ഏരിയ സർട്ടിഫിക്കറ്റ് എടുത്തു അക്ഷയ്ക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ വില്ലേജ് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ഒരുപാട് ഫയൽ പെൻഡിങ് ഉണ്ട്, ഇന്ന് ഒഴിവ് ദിവസമാണ്, നാളെ ഒഴിവ് ദിവസമാണ്, എങ്കിൽ പോലും 10 മണിന് മുമ്പ് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. അന്ന് തന്നെ ഇത് കൊടുത്തു. ഞങ്ങൾ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള ബാക്കി രേഖകൾ ഉണ്ടാക്കി റേഷൻ കാർഡിന് കൊടുത്തു. ഞാനും അജാസ്, മുസ്തഫാക്ക, മമ്മലൊക്കെ ഞങ്ങളെല്ലാം കൂടി പിന്നെ TSOനെ കാണാൻ പോയി. താലൂക്ക് സപ്ലൈ ഓഫീസറെ പോയി കണ്ട്, സപ്ലൈ ഓഫീസറെ കണ്ടപ്പോൾ അത് വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ, പരമാവധി അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു BPL കാർഡ്, അവർക്ക് വേണ്ടിയിട്ട് ഒരു BPL കാർഡ് തന്നെ ഇഷ്യൂ ചെയ്തു തന്നു. ഇത് വെച്ച് പിന്നെ KCBയിൽ മുസ്തഫാക്ക അപേക്ഷ തയ്യാറാക്കി 60 രൂപ, വെറും 60 രൂപയാണ് ഞങ്ങൾക്ക് ഫീസ് അടക്കേണ്ടി വന്നത്. BPL കാർഡും വെച്ച് കൊടുത്തു. പോസ്റ്റ് ഉടനെ പറഞ്ഞു എത്ര പെട്ടെന്ന് നാളെ തന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കാനാണ്. അങ്ങനെ ഏകദേശം ഒരു 4-5 ദിവസത്തിനകം പിന്നെ അവിടെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. കണക്ഷൻ കൊടുത്തു, ഒപ്പം BPLൻ്റെ ഒരു റേഷൻ കാർഡ് കൊടുത്തു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ആ ഒരു പ്രയാസം കണ്ടപ്പോൾ ഞങ്ങൾ പോയ കൗൺസിലേഴ്സ് അവരോട് പറഞ്ഞു, ഇനി 1.5 വർഷത്തോളം ഏകദേശം ഞങ്ങളെ ഭരണ കാലാവധി ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന കറണ്ട് ബില്ല് അത് നഗരസഭ ഓഫീസിൽ അവിടെ എത്തിച്ചാൽ അതിൻ്റെ ബില്ല് മുഴുവനായിട്ടും വരുന്ന 1.5 വർഷം ബില്ല് ഞങ്ങൾ അടച്ചു കൊടുക്കാനും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം വീട്ടിലേക്ക് ആവശ്യമായ ഫാനുകൾ, ലൈറ്റുകൾ, വാട്ടർ ടാങ്ക് തുടങ്ങിയ സൗകര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകൻ ഹസ്തറിലി ഏറ്റെടുത്തതായും കൗൺസിലർമാർ പറഞ്ഞു. തങ്ങളുടെ ഇടപെടലിൽ സുലൈഖയുടെ ജീവിതത്തിലേക്ക് വെളിച്ചമെത്തിച്ച സന്തോഷത്തിലാണ് കൗൺസിലർമാർ. ഇവർ ഈ താത്ത ഇതുപോലെ തന്നെ ഇവിടെ ഇതിന് മുമ്പും 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അതങ്ങനെ പറഞ്ഞൊരു സുഖമില്ല, ഒരു മാനസിക വിഭ്രാന്തിയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ തന്നെ. പിന്നെ അവസാനം വന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ആ 4-ാം ഡിവിഷൻ്റെ കൗൺസിലറെയും അദ്ദേഹത്തൊക്കെ കൂട്ടി ഞങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉടനെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ, അതായത് സിവിൽ സപ്ലൈസും അതുപോലെ തന്നെ KCBയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും വേഗത്തിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഏതായിരുന്നാലും അത് ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് കറണ്ടും ലഭിച്ചു, അതുപോലെ തന്നെ BPL റേഷൻ കാർഡും ലഭിച്ചു. അതിൽ ആ പ്രദേശത്തുള്ള ആളുകൾ സംതൃപ്തരാണ്, അവരും സംതൃപ്തരാണ്, ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ വളരെ സംതൃപ്തരാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും അവരെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുക. ഇന്നും ഞങ്ങളതുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസായി അവിടെ സന്ദർശിച്ചു. അവർക്ക് വേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ് ആ കാര്യത്തിൽ. നമ്മൾ ഈ റൂമിൽ ഇരിക്കുമ്പോഴാണ് സുലൈഖ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇവിടെ വരുന്നതും. ഇതിൻ്റെ മുന്നേ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനായിട്ട് സംസാരിക്കലുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ആദ്യത്തിലൊന്നും ഇങ്ങനെ കറണ്ടില്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ മണ്ണെണ്ണ ആവശ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങളതിലേക്ക് ബാക്കിൽ ഇറങ്ങി. ഇതിൽ പ്രത്യേകം പറയാനുള്ള പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ഓഫീസ്, KCB അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞെത്തിയപ്പോൾ നമ്മളെ കൂടെ നിന്ന് എത്രയും പെട്ടെന്ന് ആവണമെന്ന് അവരും കൂടി മുന്നിട്ട് കണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. ഏതായാലും ഈ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രാവിലെ ഒരാൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, ഇനി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി അത് 100% വിജയത്തിലെത്തി എന്നുള്ളതിൽ. അന്തിയുറങ്ങാൻ ബന്ധുവീടിനെ ആശ്രയിച്ചിരുന്ന സുലൈഖയ്ക്കിനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. സുലൈഖയുടെ ജീവിതത്തിലേക്ക് വെളിച്ചമെത്തിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് കൗൺസിലർമാർ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.